ഹേ ഗൈസ്, നമ്മുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഞാൻ ഏത് ക്യാമറയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഞാൻ ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ധാരാളം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രമുഖ യൂട്യൂബേഴ്സും കുറച്ച് ചെറിയ യൂട്യൂബേഴ്സും എല്ലാവരും കൂടി കൊളാബ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ അവർ ഏത് ക്യാമറയാണ് ഉപയോഗിക്കുന്നത്, ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് ഒക്കെ അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത് ഞാൻ ഓൾഗാനോ സ്റ്റഡി അബ്രോഡിനോട് നന്ദി പറയാണ്. കാരണം അവരെ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് ഏത് രാജ്യത്ത് പഠിക്കാനായാലും നിങ്ങൾക്ക് ഓൾഗാനോ സ്റ്റഡി അബ്രോഡുമായിട്ട് സമീപിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറയാം, ഞാൻ ഏതൊക്കെ റിഗാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ നിക്കോൺ D5300 എന്ന് പറഞ്ഞിട്ടുള്ള നിക്കോണിൻ്റെ ഒരു DSLR ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു 2 വർഷത്തിൻ്റെ മേലെയായി. കൂടെ ഞാനിതാ ഒരു ചെറിയ 300 രൂപയുടെ ലാപ്പിൽ മൈക്കുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ബ്ലാക്ക് മാജിക് ഡിസൈൻ എന്ന കമ്പനിയുടെ ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് അല്ല, ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് ക്രാക്കോ ഹാക്കോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഉബൈദ് ഇബ്രാഹിം, റസീൻ, അങ്ങനെയുള്ള ഒരുപാട് പ്രമുഖ യൂട്യൂബേഴ്സൊക്കെ അവർ ഏതൊക്കെയാണ് ക്യാമറ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവർ വീഡിയോ എഡിറ്റിങ്ങിന് ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അയാം റസീൻ എന്ന യൂട്യൂബ് ചാനലാണ്, റസീൻ മച്ചാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, വീഡിയോ എടുക്കാൻ ഏത് ക്യാമറയാണ് ഉപയോഗിക്കുന്നത്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഏത് സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട്? ഈ ഫോണാണ് ഞാൻ വീഡിയോ എടുക്കാൻ യൂസ് ചെയ്യുന്നത്. ഏതാ വാരിയന്റ് ക്യാമറ? ഫോൺ ഏതാ? സാംസങ് ഗാലക്സി നോട്ട് 4 ആണ്. ഓക്കെ. വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇടയ്ക്ക് കൈൻ മാസ്റ്ററിൽ എഡിറ്റ് ചെയ്യും, ഇടയ്ക്ക് വിൻഡോസ് മൂവി മേക്കറിൽ എഡിറ്റ് ചെയ്യും. ഒരു മൂഡ് അനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്യും. ഓക്കെ. യൂസ് ചെയ്യാനുള്ള കാരണം എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രോളൻ ഉബൈദ് ഇബ്രാഹിംക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ പൊക്കേണ്ട ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ ഇക്കയുടെ ക്യാമറയുടെ പറ്റി നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, മുഖം വളരെ റയറായിട്ട് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണ് ഉപയോഗിക്കുന്നത്, അത് എന്തുകൊണ്ടാണ്? ഞാൻ FCP10 പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് മാക് ഫൈനൽ കട്ട് പ്രോ മാക് ഇത് വർക്ക് ചെയ്യുക. അതെന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് ഞാൻ വെഡ്ഡിങ് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു എഡിറ്റർ കൂടിയാണ്. വെഡ്ഡിങ് എഡിറ്റ് ചെയ്യണ അതിലായതുകൊണ്ട് ഞാൻ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു. ട്രോളും അതിൽ തന്നെ ചെയ്യുന്നത്. സാധാരണ ആളുകളൊക്കെ ഫിലിമോറ അല്ലെങ്കിൽ പ്രീമിയർ, ചില ട്രോളന്മാർ മൊബൈലിൽ കൈൻ മാസ്റ്റർ ഇതിലൊക്കെ വെച്ച് ചെയ്യും. ഞാനിതിൽ ചെയ്യുന്നതേ ഉള്ളൂ, ഏതിലും ചെയ്യാം. കണ്ടന്റാണ് പ്രധാനം. അപ്പോൾ നമ്മളെ അടുത്ത പ്രമുഖനായിട്ടുള്ള യൂട്യൂബറാണ് നമ്മുടെ കൂടെ ഉള്ളത്, അസി അഡു എന്ന യൂട്യൂബ് ചാനലുള്ള അസി. അപ്പോൾ നമുക്ക് അസിയോട് ചോദിക്കാം, ഏത് ക്യാമറയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന് ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്, അത് എന്തുകൊണ്ട്? ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ 200D കാനോൺ, ഈ സാധനം തന്നെയാണ്. പിന്നെ ഫോണിൽ തന്നെയാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്, കൈൻ മാസ്റ്റർ. അതിൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൈൻ മാസ്റ്റർ, പവർ ഡയറക്ടർ അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പിക്സാർട്ട്, പിന്നെ മലയാളം ട്രോൾ മേക്കർ, അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂടെ നമ്മുടെ സൈടെക് മലയാളമാണുള്ളത്. അപ്പോൾ എനിക്ക് പുള്ളിക്കാരനോട് ചോദിക്കാനുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഏത് ക്യാമറയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയാം. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് കാനോൺ 200D ആണ്. ഇപ്പോൾ 2 മാസമായിട്ടുള്ള എടുത്തിട്ട് അതിന് മുമ്പ് വരെ ഞാൻ 2015 സാംസങ് J5 ഫോൺ ക്യാമറ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന മൈക്ക് എന്ന് പറയുന്നത് ബോയ M1 ആണ്. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വണ്ടർഷെയർ ഫിലിമോറയാണ്. നമ്മുടെ തുടക്കക്കാർക്കെല്ലാം വളരെ എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണ് ഫിലിമോറ എന്ന് വരുന്നത്. ഒരു പാടുമില്ല, നമ്മൾ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന ലാഘവത്തോടു കൂടി തന്നെ നമുക്ക് ആ ഒരു ഇൻ്റർഫേസ്, അത്ര എളുപ്പമുള്ള ഇൻ്റർഫേസ് തന്നെയാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഈ ഫിലിമോറ യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മോസ് TVയിലെ നമ്മുടെ സഫ്വാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് സഫ്വാനോട് നമ്മൾ ചോദിച്ച ആ ചോദ്യങ്ങൾ ചോദിക്കാം. ഏത് ക്യാമറയാണ്, അതുപോലെ തന്നെ ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്, അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏത് ക്യാമറ ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ക്യാമറ ഒന്നുമില്ല. ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ക്യാമറ ഒന്നുമില്ല. ഇനി എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈൻ മാസ്റ്ററാണ്. അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നല്ലൊരു നമ്മുടെ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന, ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് കൈൻ മാസ്റ്റർ. അപ്പോൾ അതിലാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒന്ന് വീട്ടിൽ ആദ്യം കമ്പ്യൂട്ടറിലായിരുന്നു,
അപ്പോൾ വേറെ പിന്നെ നമ്മൾ സിമ്പിളാണ്, നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോൺ എപ്പോഴും ഉണ്ടാവും. നമുക്ക് എപ്പോഴും നമ്മുടെ ഒഴിവുണ്ടാകുമ്പോഴൊക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് എഡിറ്റൊക്കെ ചെയ്യാം. വേറെ അതിനായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഫോണിൽ ഷൂട്ട് ചെയ്യുക, ഫോണിൽ എഡിറ്റ് ചെയ്യുക, കംപ്ലീറ്റ് ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്, വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള നിയാസ് സലാപ്പിലാണ്. നിയാസ് സലാപ്പിൽ എനിക്ക് പേഴ്സണലി അറിയുന്നൊരു യൂട്യൂബറാണ്. രാമനാട്ടിലല്ല എൻ്റെ വീട്, ചേളാരി, ഏകദേശം ആ ഭാഗത്താണ്, കാരണം ഞാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണ്? ആ ക്യാമറയാണ് എൻ്റെ കയ്യിൽ. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. കാനോണിൻ്റെ G7X Mark II എന്ന് പറഞ്ഞ സീരീസാണ്. പിന്നെ അതിൻ്റെ ഒരു മാൻഫ്രോണിൻ്റെ ഒരു എന്താ പറയുക ട്രൈപോഡ് അല്ലെങ്കിൽ ഹാൻഡ് ചെയ്യുന്നത്. അത് സിമ്പിളാണ്, ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. യൂസ് ചെയ്യുന്ന ക്യാമറയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. പോക്കറ്റിലൊക്കെ പോക്കറ്റിൽ ഇടാൻ പറ്റുന്ന വളരെ സിമ്പിൾ സാധനമാണ്. പിന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അത് ഞാൻ ലാപ്പിലാണ് ചെയ്യുന്നത്. അഡോബ് പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ്. അത് സിമ്പിളാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പഠിക്കാം. എനിക്ക് ഇതിൽ ബേസിക് ഒന്നുമില്ല, അറിയില്ലായിരുന്നു. ആകെ ഞാനിത് ഓൺലൈൻ ഒരുപാട് ട്യൂട്ടോറിയൽ ഉണ്ട് ഫ്രീ ആയിട്ടുള്ള, അതൊക്കെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ നിതിൻസ് വേൾഡിൻ്റെ ഓണറായിട്ടുള്ള നിതിൻ മച്ചാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഞാൻ മച്ചാനോട് ചോദിക്കാം, നമ്മുടെ ഏത് ക്യാമറയാണ് ഉപയോഗിക്കുന്നത്, ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, എന്തുകൊണ്ട്? അപ്പോൾ ഞാൻ വലിയൊരു കാര്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഞാൻ യൂട്യൂബിന് വേണ്ടി കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ വെച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഫോൺ പറഞ്ഞാൽ ASUS ZenFone Max ആണ്. അത് വെച്ചിട്ടാണ് ഫുൾ പരിപാടി, അതായത് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതിൽ തന്നെയാണ്. അതിൽ KineMaster എന്നില്ല ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ ആപ്ലിക്കേഷൻ ഉണ്ട്, പവർ ഡയറക്ടർ എങ്ങനെയും ഉപയോഗിക്കാറുണ്ട്. അപ്പം സിമ്പിളി ഞാൻ യൂട്യൂബിന് വേണ്ടി ഒന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല. ഞാൻ ഒരു ഫോൺ വെച്ചിട്ട് സിമ്പിളി നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മളൊക്കെ. അപ്പോൾ ഇച്ചിരി സബ്സ്ക്രൈബേഴ്സൊക്കെ അതിലൂടെ ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. നമുക്ക് അടുത്തത് നമ്മുടെ തുബിയ ടോക്സിലെ ഷിബിലി ആണുള്ളത്. അപ്പം നമുക്ക് ഷിബിലോട് ചോദിക്കാം, ഏത് ക്യാമറയാണ് വീഡിയോ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട്? വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ Canon 200D എന്ന് പറയുന്ന ഒരു ബേസ് ലെവൽ ക്യാമറ യൂസ് ചെയ്യുന്നത്. പിന്നെ എഡിറ്റിംഗ് നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യുന്നത് ഞാൻ KineMaster യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അഫ്ലു വേൾഡിൻ്റെ ഓണറായ അഫ്ലു ആണ്. അപ്പോൾ ഞാൻ അഫ്ലോഡ് ചോദിക്കാം, ഏത് ക്യാമറയാണ് വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, എന്തുകൊണ്ട്? അപ്പോൾ ക്യാമറയെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ Redmi 5ൻ്റെ ഈ ഒരു ബാക്ക് ക്യാമറയാണ്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലൊക്കെ വീഡിയോ ഇതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ചാനലിൻ്റെ പേര് പറഞ്ഞ ചെറിയൊരു തിരുത്തുണ്ട്. ചാനലിൻ്റെ പേര് അഫ്ലു വേൾഡ് അല്ല, AF വേൾഡ് ആണ്. അപ്പോൾ ലിങ്ക് എവിടെയെങ്കിലുമൊക്കെ താഴത്തൊക്കെ കാണും. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു, ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്? വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഞാൻ അധികം യൂസ് ചെയ്യുന്നത് നമ്മുടെ വണ്ടർഷെയർ ഫിലിമോറ എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ആണ്. അതാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുളിക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിഴവ് പറ്റി കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് സ്പേസ് വെക്കുക, Ctrl B അടിച്ചിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യാം. പിന്നെ നൈസായിട്ട് എടുത്ത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ലാപ്പിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ KineMaster എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സിന് ഏറ്റവും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു KineMaster. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. എൻ്റെ പേര് അൽത്താഫ് എന്നാണ്. പലർക്കും അറിയാമായിരിക്കും, ചിലർക്കെങ്കിലും അറിയായിരിക്കും. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിലെ ക്യാമറ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് Xiaomi ഫോണിലെ MI A1 എന്ന് പറഞ്ഞ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് KineMaster ഉപയോഗിച്ചിരുന്നത്. ഫോണിൽ തന്നെ ആയിരുന്നു എഡിറ്റിംഗ്, കമ്പ്യൂട്ടറിലല്ലായിരുന്നു. ഇപ്പൊ ഞാനൊരു ക്യാമറ DSLR വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എഡിറ്റിംഗ് ഞാൻ ഈ KineMasterൽ തന്നെയാണ്. ചില എഡിറ്റിംഗ് സമയത്തൊക്കെ ഞാൻ സൈബർ ലിങ്ക് പവർ ഡയറക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് എന്നാലും ഇഷ്ടം ഈ പറയുന്ന KineMaster തന്നെ. കാരണം നമുക്ക് ഇരുന്നോണ്ടോ നിന്നോണ്ടോ കിടന്നോണ്ടോ കക്കൂസി ഇരുന്നോണ്ടോ പോകുന്ന വഴിക്കോ എവിടെ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് KineMaster യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ, ഫോണിൽ തന്നെ അപ്ലോഡ് ചെയ്യാനാണ്, ഫോണിൽ തന്നെ വീഡിയോ എടുക്കാനും കാരണം. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, ബൈ. നമസ്കാരം, എന്റെ പേര് ഡോണ ഫിലിപ്പ് ഇഞ്ചിക്കാലായിൽ. എന്നോട് ചോദിച്ചത് നിയാസ് ചോദിച്ചേക്കുന്നത് ഏതാണ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്താണെന്നാണ്. അപ്പൊ ഞാനും ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ ഇസ്രായേലിലെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ ആദ്യമേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് Canon SX730 എന്ന് പറയുന്ന ക്യാമറയായിരുന്നു. പവർ ഷൂട്ട് ക്യാമറയായിരുന്നു, നല്ലൊരു ക്യാമറയായിരുന്നു. എൻ്റെ ഭാഗ്യവും നിർഭാഗ്യവും കൊണ്ട് അത് ഒരു 6 മാസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അത് പെട്ടെന്ന് അതിന് ഡാമേജ് ആയി. പിന്നെ ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ അതിന് പ്രൈസ് ആവും നന്നാക്കണമെങ്കിൽ. അതുകൊണ്ട് എടുത്ത് കാത്തു വെച്ചിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ നന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എൻ്റെ കയ്യിലൊരു ആക്ഷൻ ക്യാമറയുണ്ട്. DJ Osmo ആക്ഷൻ ആണ്. ഈ വരുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന 10-20 വീഡിയോസ് എല്ലാം തന്നെ ഓസ്മോ ആക്ഷനിൽ ചെയ്തിരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച് സ്റ്റിൽസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് നടക്കുന്നില്ല എങ്കിൽ പോലും ഒരു എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ
ഹാൻഡിൽ ചെയ്യാനും ആക്ഷൻ ക്യാമറ തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ഷൻ ക്യാമറയോട്. എനിക്ക് ഇപ്പോൾ പണ്ട് എനിക്ക് ഇച്ചിരി വെറുപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഉപയോഗിക്കുന്ന നോക്കിയ 8 എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൊബൈലിലാണ്. ഇതിനകത്ത് 4K അവൈലബിൾ ആണ്. 4K വരെ ഈ ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റിൽസ് എടുക്കാൻ അത്രയ്ക്ക് ഇതൊന്നും കിട്ടുന്നില്ലെങ്കിലും ഓട്ടോ ഫോക്കസിങ് ആണ്, നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത്രയ്ക്ക് ഇതൊന്നും കിട്ടുന്നില്ല എങ്കിലും ഇച്ചിരിയൊക്കെ സെറ്റിങ്സും മറ്റു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ ഈ ഫോണിൽ നിന്നും കിട്ടും ഒരു സ്റ്റിൽസ് ഒക്കെ എടുത്താൽ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. വേറെ മൈക്കോ ഒന്നും എക്സ്റ്റേണലി ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ബ്ലോഗേഴ്സ് ആയിട്ടുള്ള മറ്റ് ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമാകുന്ന ഒരു സോഫ്റ്റ്വെയർ ഫിലിമോറ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എൻ്റെ കയ്യിൽ നല്ലൊരു ക്യാമറ ഇല്ല, അല്ലെങ്കിൽ നല്ലൊരു ലാപ്ടോപ്പ് ഇല്ല വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ചെയ്യാൻ, നല്ലൊരു മൈക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാഗ് അടിപ്പിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഇൻസ്പിറേഷൻ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ആവശ്യമില്ല, ആളുകൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈ ഒരു സുഹൃത്തുക്കളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ കൊളാബിൽ പങ്കെടുത്ത എല്ലാവരുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അവരെ ചാനലും കൂടി ഒന്ന് പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു കിടിലൻ വീഡിയോയിൽ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.